നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ. ഇത് അദ്ദേഹത്തിന് കൊടുക്കുവോ? കൊടുക്കാൻ ഒരു അവസരം ആഗ്രഹമുണ്ട്. ഉണ്ട്. ഇങ്ങനെ പെൻസിലിലൂടെ വരയിൽ ഓടിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കഴിവ് തന്നെയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ ഓരോ പ്രായത്തിലുള്ളവരെ ഞാൻ കാണാറുണ്ട്. അപ്പം അവരുടെ ഒരു ബുദ്ധിമുട്ട് വെച്ച് നോക്കിയാൽ നമുക്കൊന്നും ഒരു കുറവില്ല. ഇത് വലിയ കായലോ പുഴയോ ഒന്നുമല്ല. ഇവിടെ ഒരു കൊച്ചുകുട്ടി താമസിക്കുന്നൊരു വീട്ടിലേക്കുള്ള വഴിയാണിത്. കടലിനോട് ചേർന്നുള്ള ഒരു കുഞ്ഞു വീട്. അവിടെ സന്ധ്യ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് അവൾ +2 ആയി കഴിഞ്ഞു. നല്ലൊരു കഴിവ് അവളിൽ ഒളിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അത് കാണുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അത്ഭുതം തോന്നാം. സന്ധ്യയെ തിരക്കിയാണ് ഞങ്ങളിന്ന് ഇവിടേക്ക് ഇത്രയും ദുർഘടം പിടിച്ച ഒരു വഴിയിലൂടെ ഇവിടേക്ക് കടന്നു വന്നത്. സന്ധ്യ ഈ സുപ്രഭാതത്തിൽ തന്നെ വരയ്ക്കാൻ റെഡിയായി നിൽക്കുകയാണ്. സന്ധ്യ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. 10ാം ക്ലാസ് പാസ്സായി അല്ലേ? മാർക്കൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇനി +2 +1 ഈ കയ്യിൽ ഇങ്ങനെ ഈ പെൻസിലൊക്കെ വെച്ച് എന്താ പുറപ്പാട്? വരയ്ക്കാൻ വേണ്ടി. മോള് എത്രാമത്തെ വയസ്സ് മുതലാണ് ഈ പടം വരച്ചു തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടോ? ഒരു 5 വയസ്സൊക്കെ ആയപ്പോ തന്നെ ചെറിയ രീതി വരയ്ക്കാൻ തുടങ്ങി. പിന്നെ ബുക്കൊക്കെ കിട്ടുമ്പോൾ ആ സമയത്ത് നമ്മള് ഇങ്ങനെ വരയ്ക്കും. വരയ്ക്കുമായിരുന്നു. പിന്നെ ഒരു 4ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേക്കും എന്നോട് ഒരു ഇഷ്ടം കൂടി വരയ്ക്കണം എന്നുള്ളത്. പക്ഷെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്കുള്ള കഴിവ് ഇതാണെന്ന് നമ്മൾ അന്ന് തന്നെ ആ പ്രായത്തില് നമുക്ക് തോന്നി. അതെ. അങ്ങനെ ഒരു 5ാം ക്ലാസ്സിലൊക്കെ ആയപ്പം ഡ്രോയിങ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നപ്പം ഒരു സാറ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പോയി പഠിക്കാൻ തുടങ്ങി. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഡ്രോയിങ് ഒക്കെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഈ ബുദ്ധിമുട്ട്, വഴിയുടെയൊക്കെ ബുദ്ധിമുട്ട് വളരെ വലുതാണല്ലോ. സ്കൂളിലൊക്കെ എങ്ങനെ പോകുന്നത്? സ്കൂളിൽ ഈ വഴിയെ കൂടിയാണ് പോകുന്നത്. ആരെങ്കിലും എടുക്കണം, അല്ലാതെ പറ്റത്തില്ല. പിന്നെ ഈ വെള്ളം ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴവെള്ളമൊക്കെ വരുമ്പം, മഴ പെയ്താൽ എങ്ങനെയാണ് അവസ്ഥ? ഇത്രയും വെള്ളം കയറുമ്പം രാവിലെ അച്ഛനും അമ്മയും ആരെങ്കിലും കാണും. വൈകുന്നേരമാണ് ബുദ്ധിമുട്ട്. കാരണം അവർ രണ്ടുപേരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം അപ്പനായിരിക്കും കാണുന്നത്. പക്ഷെ എന്നാലും ഈ പ്രയാസങ്ങൾക്കിടയിൽ അച്ഛനും അമ്മയ്ക്കും മോള് നല്ലൊരു ചിത്രകാരി ആവണമെന്നുള്ള ആഗ്രഹമാണല്ലേ? അച്ഛൻ കൂലിപ്പണിയാണ് പോകുന്നത് അല്ലേ? എന്നിട്ടും നല്ലപോലെ നോക്കി രാവിലെ എടുത്ത് പിന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്നു. വൈകിട്ട് അതുപോലെ തിരിച്ച് വീണ്ടും ആൾ വരണ്ടേ കൊണ്ടുവരാൻ? വരും. വന്നിട്ട് പിന്നെ കുറെ നേരം എടുത്ത് പിന്നെ ഇങ്ങ് കൊണ്ടുവരണം. അപ്പൊ ആ കഷ്ടപ്പാടുകൾക്കാണ് നമ്മൾ ഈ വര പഠിച്ചത് അല്ലേ? വളരെ ഇഷ്ടമായിരുന്നു. നമ്മൾ ആ പഠിക്കുന്ന കാലം മുതൽ ഇത് വര നല്ലപോലെ പൂർത്തിയാക്കണം, അല്ലെങ്കിൽ ഈ സ്വാധീനക്കുറവ് എൻ്റെ ജീവിതത്തിലൊരു പിന്നെ ഇതിനൊരു തടസ്സം ആവില്ല എന്ന് മോള് സ്വയം തീരുമാനിച്ചതാണോ അത്? അതെ. കാരണം ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് അങ്ങ് ഇരിക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു കഴിവ് വരയിലാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ വരയ്ക്കാൻ പഠിക്കാൻ പോയി. ഇപ്പൊ എനിക്ക് അതിനോട് താല്പര്യമായി. വൈകല്യങ്ങളില്ലാത്ത ആൾക്കാരായിരിക്കുമല്ലോ ചുറ്റുള്ള കൂട്ടുകാരാണല്ലോ ഇരിക്കുന്നത്. ഇപ്പൊ മോക്ക് സങ്കടം തോന്നാറുണ്ടോ? എങ്ങനെ? ഇല്ല, ഒട്ടുമില്ല. എനിക്ക് എന്റെ കഴിവനുസരിച്ചുള്ള വര എനിക്കറിയാം. എന്റെ കഴിവിനനുസരിച്ച് ഞാൻ മാക്സിമം അതിൽ കൊടുക്കാൻ നോക്കും. പിന്നെ ഓരോരുത്തർക്കും ഓരോ കഴിവല്ലേ, അത് എല്ലാവർക്കും ഒരുപോലെ ഇരിക്കില്ലല്ലോ. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം വേറൊരാളെ നോക്കിയോ എനിക്ക് ഇന്നിങ്ങനെ കിട്ടിയില്ല, എനിക്ക് എന്തിങ്ങനെയെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിച്ചില്ല. അതൊരു മുന്നോട്ടുള്ള പടം വരപ്പിനുള്ള പ്രചോദനമായിട്ടുണ്ടല്ലേ? കാരണം ഇങ്ങനെ കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമേ ഉള്ളൂ. കാരണം ആരെങ്കിലും കണ്ടിട്ട് ഈ കൊച്ചിന് ഇതൊക്കെ കഴിയോ, നടക്കത്തില്ല ചുമ്മാതെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മനസ്സിൽ വേദന തട്ടുന്ന വിധത്തിലല്ലോ കണ്ടു കാണാം. ഇത് എന്തായാലും എന്നോട് പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, പറ്റുവോ വെച്ചിട്ട് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് പേരുടെ ഒരു സംശയമാണ്, എന്നെ ആദ്യം കാണുന്ന ഒരാൾക്കുള്ള സംശയമാണ് പെൻസിൽ എങ്ങനെ പിടിക്കും. പക്ഷെ ഞാൻ കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് പിടിക്കുന്നതെന്നും എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നും ഒക്കെ. പെൻസിലൊക്കെ നമ്മുടെ ഈ കുഞ്ഞു കയ്യിൽ വഴങ്ങിക്കഴിഞ്ഞു. അതെ, ചെറുപ്പത്തിലേ അങ്ങ് ശീലമായി പോയി. അത് പരീക്ഷകൾ ഇപ്പൊ എഴുത്ത് സ്കൂളിൽ പഠിക്കാം, എഴുത്തിൽ എങ്ങനെയാണ് എന്നുവെച്ചാൽ ആദ്യം പറയും ഇങ്ങനെ പയ്യെങ്കിൽ പറ്റില്ലെങ്കിൽ വേണ്ട, എവിടെയെങ്കിലും വെച്ച് ഇത്തിരി പോവും എന്നുവെച്ചാൽ ഇതായിപ്പോവും. പക്ഷെ ഞാൻ പറയില്ല ടീച്ചറെ ഞാൻ എഴുതിക്കോളാന്ന് പറയും.
അങ്ങനെ ഞാൻ ഓരോ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും. ടീച്ചർ വായിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഞാനും തുടങ്ങും. അപ്പം മാക്സിമം എൻ്റെ സ്പീഡിൽ ഞാൻ എഴുതുമ്പോൾ ഞാൻ അങ്ങനെ എഴുതുന്നത്. പിന്നെ ഒട്ടും പറ്റാതെയൊക്കെ ആകുമ്പോഴായിരിക്കും കൂട്ടുകാരെ ബുക്ക് നോക്കി എഴുതുന്നത്. അല്ലെങ്കിൽ അവരെ ബുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്ന് എഴുതും. മോഹൻലാലിൻ്റെ എന്താണ് ജീവൻ വച്ച പടം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കഴിവ് കുഞ്ഞു കൈകൾ കൊണ്ട് ഇങ്ങനെ പെൻസിലിലൂടെ വരയിൽ ഓടിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കഴിവ് തന്നെയാണ്. ഇപ്പോൾ ഈ പഠിച്ചതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് 24-ൻ്റെ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഫോട്ടോയാണ് ഇതല്ലേ? പൂർത്തിയായാലും വരച്ചോണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എങ്ങനെയാണത് ഗൂഗിളിൽ നിന്ന് എടുത്ത് വെച്ച് നോക്കി മൊബൈലിൽ നോക്കി മനസ്സിലിട്ട് വരയ്ക്കുകയാണ് അല്ലേ? നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ. ഇത് അദ്ദേഹത്തിന് കൊടുക്കുമോ? കൊടുക്കാൻ ഒരു അവസരം ആഗ്രഹമുണ്ട്. സിനിമാ നടന്മാരെ മോഹൻലാലിനെ ലാലേട്ടനെ മാത്രമേ വരച്ചിട്ടുള്ളൂ. അത് സാറിനെ വരച്ചിട്ടുണ്ട്. സാറിന് കൊടുത്തു. അതെങ്ങനെ കൊടുത്തു? ഞാനൊരു ട്രസ്റ്റ് വഴി കൊടുത്തതാ. സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ആദ്യം ഞാൻ വരയ്ക്കുന്നത് മധുസാറിനെയാണ്. അത് ശരി. ഒരു സെലിബ്രിറ്റിയുടെ ഫോട്ടോ വരയ്ക്കുന്നത് സാറിനെയാണ്. അത് കഴിഞ്ഞ് ഗവർണർ സാറുണ്ടല്ലോ, ഹാരിഫ് മോഹൻ സാറിന് വരച്ച് സാറിന്റെ കയ്യിൽ നേരിട്ട് കൊടുക്കാൻ പറ്റി. രാജ്ഭവനിൽ പോയിട്ട് കൊണ്ടുകൊടുത്തു. അപ്പൊ അങ്ങനെയുള്ള പ്രഗത്ഭരായ വ്യക്തികളെയൊക്കെ നേരിട്ട് കാണാനും കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ കണ്ടിട്ട് എന്ത് പറഞ്ഞു മോളടുത്ത്? ആർക്കൊരു അത്ഭുതമാണ്. അത് മധുസാർ അനുഗ്രഹിച്ചു. അത് എനിക്ക് ഏറ്റവും വലിയൊരു ഇതായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. എൻ്റെ പേര് സന്ധ്യാസ് വേൾഡ് എന്നാണ്. അത് തുടങ്ങിയിട്ട് ഞാൻ ഒരു വർഷം ആൾക്കാർ കാണട്ടെ മോളുടെ ഈ പറച്ചിലൂടെ. അത് തുടങ്ങിയിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി ആവുന്നു. അപ്പം അതുവഴി വരച്ച് കുറച്ച് ഒരുപാട് പേര് അറിയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ വര മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ചിത്രകാരിയായിട്ട് അറിയപ്പെടുന്നത് ഒരു ജോലി വാങ്ങിച്ച് അറിയപ്പെടണോ? ഏതാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്? ഒരു ജോലി നമുക്ക് ആവശ്യമല്ലേ? ഇപ്പോൾ പഠിച്ച ഒരു ഡിഗ്രിയൊക്കെ വാങ്ങിച്ചിട്ട് എവിടെയെങ്കിലും നല്ലൊരു ജോലി കിട്ടി എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് സഹായിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് എൻ്റെ മുന്നോട്ട് കൂടെ കൊണ്ടുപോകണം. അതാണ് നമ്മുടെ ആഗ്രഹം. അതാണ് ആഗ്രഹം. മോൾക്ക് അറിയാം, മോളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ അറിയാം. വീട് ഇങ്ങനെയാണ്. പിന്നെ മഴ സമയത്തായാലും അല്ലാതായാലും വെള്ളക്കെട്ടിലൂടെ വേണം നടന്ന് മോളെ എടുത്തുകൊണ്ട് വേണം സഹായിക്കാനുള്ളത്. അപ്പോൾ അതിനകത്തൊക്കെ മറ്റുള്ള കൂട്ടുകാരെ കാണുമ്പോഴത്തേക്ക് വളരെ വിഷമമൊക്കെ തോന്നാറുണ്ട് ചില സമയങ്ങളിൽ. കാരണം അങ്ങനെ തോന്നാത്ത കാര്യം എന്താണെന്നറിയോ? ഞാൻ ഒരു ചെറുപ്പം മുതൽ തന്നെ ഞങ്ങളെപ്പോലുള്ള ഭിന്നശേഷിക്കാരായ അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിന് പോകാറുണ്ട്. ഇപ്പോഴും പോകാറുണ്ട്. അപ്പം എന്നെക്കാളും ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ ഓരോ പ്രായത്തിലുള്ളവരെ ഞാൻ കാണാറുണ്ട്. അപ്പം അവരുടെ ഒരു ബുദ്ധിമുട്ട് വെച്ച് നോക്കിയാൽ നമുക്കൊന്നും ഒരു കുറവില്ല. ആർട്സ് കോളേജിലൊക്കെ പോയി പഠിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തിലാണ് മോള്. നടക്കാൻ വേണ്ടിയാണല്ലോ നമ്മളിത് മനസ്സിലുറപ്പിച്ചത്. മോള് നേരത്തെ പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, എന്നെ കൊണ്ടാവും. അങ്ങനെ ചിന്തിക്കും അല്ലേ?